നമ്മളെല്ലാവരും ഇസ്ലാമിന്റെ ആളുകളാണ്. പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മാതൃക. അവിടുന്ന് ലോകത്തിന്റെ മുമ്പിൽ എങ്ങനത്തെ ഒരു സമൂഹത്തെയാണ് സൃഷ്ടിച്ചത്? അവിടുന്ന് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് 23 കൊല്ലം കൊണ്ട് അനുഗ്രഹീതമായ ഒരു സമൂഹത്തെ വളർത്തെടുത്തു. 23 കൊല്ലം കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് മറ്റ് പ്രവാചകന്മാരുടെ ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായിക്കൊണ്ട് അവരെല്ലാവരും ലോകത്തിന്റെ മുമ്പിൽ ചരിത്രത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉദ്ഘോഷിച്ച അതേ കലിമത്ത് തൗഹീദ് ഉദ്ഘോഷിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കലിമത്ത് തൗഹീദിന് 2 മുഖങ്ങളുണ്ട് എന്ന് അവിടെ പറഞ്ഞു. കലിമത്ത് തൗഹീദ് ഉച്ചരിക്കേണ്ടതുപോലെ ഉച്ചരിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ സിദ്ധാന്തമുണ്ടല്ലോ, ഈ വിപ്ലവ വിമോചന മുദ്രാവാക്യമുണ്ടല്ലോ, ഇത് മുസ്ലിം സമൂഹം അതിന്റെ ആശയം മനസ്സിലുറപ്പിച്ചുകൊണ്ട് നാവ് കൊണ്ടങ്ങോട്ട് വെളിവാക്കി ചൊല്ലിയിട്ട് അതിന്റെ ആദർശമനുസരിച്ച് അവർ ജീവിക്കാൻ തയ്യാറുണ്ടോ എങ്കിൽ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചവൻ സ്വർഗ്ഗത്തിൽ കടക്കും. ദിക്ർ ഹൽക്ക ഉണ്ടാക്കി അത് ചൊല്ലി സമയം കളഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് നമ്മുടെ സമുദായം ധരിച്ചത് ഇതിൽ നിന്നാണ്. ദിക്റിയല്ലിരുന്നാൽ മതി എന്നല്ല ഈ പറയുന്നത്. ദിക്ർ ചൊല്ലുകയും ആ പ്രഖ്യാപിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചു. വെറും ഭൗതികമായ വെറും ആത്മീയമായ ഒരു സ്വർഗത്തിന്റെ വഴി, അതിനുവേണ്ടിയുള്ള ഒരു പൂജയുടെ രീതി, അതിനുവേണ്ടിയുള്ള ഒരു മന്ത്രത്തിന്റെ ശൈലി അതായിരുന്നില്ല റസൂലുള്ള പഠിപ്പിച്ച കലിമത്ത് തൗഹീദ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇതേ അനുയായികളുടെ മുഖത്ത് നോക്കി ഇത്ര തന്നെ ഗൌരവത്തോടുകൂടി മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾക്ക് ഞാനൊരു വാക്യം പറഞ്ഞു തരട്ടെയോ? ആ വാക്യം നിങ്ങൾ ഉച്ചരിച്ചാൽ നിങ്ങൾക്ക് അറബുകളെയും അനറബുകളെയും നിങ്ങളുടെ ആധിപത്യത്തിന് കീഴിൽ കൊണ്ടുവരാൻ പറ്റും. അത്രയും ഉജ്ജ്വലമായ ഒരു ശബ്ദം, അത്രയും ധന്യമായ ഒരു മുദ്രാവാക്യം, അത്രയും മഹത്തായ ഒരു പ്രഖ്യാപനം. നിങ്ങൾക്കത് ഞാൻ പറഞ്ഞു തരട്ടെയോ? അവിടുന്ന് അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ അതറിയാൻ വേണ്ടിയിട്ട് താല്പര്യത്തോടുകൂടി അവിടുത്തെ മുമ്പിൽ കാതോർത്തുകൊണ്ടിരുന്നു. അവിടുന്ന് പറഞ്ഞു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തദീനു ലകുമുൽ അജമു വൽ അറബ്. നിങ്ങൾക്ക് അറബും അനറബും കീഴ്പ്പെടുത്താൻ പറ്റും. ഇത് ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. വിശദാംശങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് പറയുന്നു, ഒരു വശത്ത് ആത്മീയമായ മോക്ഷത്തിന്റെ വഴികളിലേക്ക് മനുഷ്യനെ നയിക്കുവാൻ, അതേസമയം ഭൗതികമായ ആധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹത്തെ വളർത്തെടുക്കുവാൻ ഇതിന് രണ്ടിനും ഉതകുന്ന ഒരു സമ്പൂർണമായ സമഗ്രമായ ഒരു ജീവിത വീക്ഷണം, അതാണ് ഇസ്ലാം. ഇങ്ങനെ മാത്രമേ നമുക്ക് ഇസ്ലാമിനെ അറിയൂ. അങ്ങനെയുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത ഉത്തമമായ സമൂഹത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ അവർക്കൊരു സർട്ടിഫിക്കറ്റ് നൽകി. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയുക്തമായ ഉത്തമ സമൂഹമാണ്. നിങ്ങളുടെ ജോലി നമുക്കറിയാവുന്നതുപോലെ ജനങ്ങൾക്ക് വേണ്ടി നിയുക്തരായവരെന്ന നിലക്ക് ജനങ്ങളുടെ മുമ്പിൽ സത്യത്തിന്റെ സാക്ഷ്യം നിർവഹിക്കുക എന്നതാണ്. ആ സമൂഹത്തിന്റെ നായകനായ റസൂലുള്ളാഹിയുടെ സ്വഭാവത്തെക്കുറിച്ച്, അവിടുത്തെ പ്രകൃതത്തെക്കുറിച്ച്, അവിടുത്തെ ജീവിത രീതിയെപ്പറ്റി പഠിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രവാചകന്റെ ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയുടെ അടുത്തേക്ക് ചെന്നു. പ്രവാചകന്റെ വീട്ടിലേക്ക് ചെന്നു. റസൂലുള്ളാഹിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, പോരാ നീയും അറിയണം. അതിനു വേണ്ടിയിട്ട് പോയി. എന്നിട്ട് റസൂലുള്ളാഹിന്റെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് ഒരു മറയുടെ പിന്നിൽ നിന്നിട്ട് ചോദിക്കണമെന്നാണ്. അങ്ങനെ ചോദിച്ചു. എന്താണ് പ്രവാചകന്റെ സ്വഭാവം എന്ന് ചോദിച്ചു. അതിനവിടുന്ന് മറുപടി പറഞ്ഞു. അവിടുന്ന് മറുപടി പറയാൻ വേണ്ടിയിട്ട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഖുർആൻ ഓതാറില്ലേ? അദ്ദേഹം പറഞ്ഞു, ഖുർആൻ ഓതാറുണ്ട്. വകാന ഖുർആനൻ യംശി അലൽ അർദ്. അത് ഭൂമിയിലൂടെ നടക്കുന്ന ഒരു ഖുർആനാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെപ്പറ്റി പറയുന്നു, അത് ഭൂമിയിലൂടെ നടക്കുന്ന ഒരു ഖുർആനാണ്. വകാന ഖുലുഖുഹു അൽ ഖുർആൻ. അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയാണ് ഈ പറയുന്നത്. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായിക്കൊണ്ട് ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്, ഏറ്റവും നല്ലവരും നിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതൊരു സഹാബത്തിനെ പരിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും വിശേഷിപ്പിച്ചോ ആ ജനങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ പ്രവാചകന്റെ സ്വഭാവവും ഈ അനുയായികളുടെ സ്വഭാവവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നില്ല. വളരെ വ്യക്തമായിട്ട് തിരിയാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു, ഇന്ന് പള്ളിയിലെ ഹതീബ് അദ്ദേഹം വളരെ മുത്തക്കിയാണ്. അടുത്തു നോക്കിയാലേ സാധനത്തിന്റെ ബാക്കി തിരിയുന്ന അപ്പൊ അതൊന്നും ഇവിടെ പറഞ്ഞില്ല. അദ്ദേഹം നല്ല മുത്തക്കിയാണ്. ആ മുത്തക്കിയായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതം ഒരു വഴിക്ക്, അദ്ദേഹം ജനങ്ങളുമായിട്ട് അധികം കൂടി ഇടപഴകി ജീവിക്കാറില്ല. അദ്ദേഹം അങ്ങാടിയിലൂടെ അധികം ആവശ്യമില്ലാതെ ഇറങ്ങി നടക്കാറില്ല. വറവ് നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് പള്ളിയിൽ തന്നെ അങ്ങനെ കൂടിയിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതം വളരെ പരിശുദ്ധമാണ്. അദ്ദേഹത്തെ നേതാവായി അംഗീകരിച്ച ഒരുപാട് അനുയായികളുണ്ട്. അവരുടെ ജീവിതവും ഇദ്ദേഹത്തിന്റെ ജീവിതവും തമ്മിലൊരു ബന്ധവുമില്ല. പള്ളിയിലെ ഖതീബ് വളരെ ഉഷാറാണ്. അദ്ദേഹത്തെ നേതാവാക്കിയ അനുയായികളോ
അദ്ദേഹത്തിന്റെ കൂടെ പറയാൻ പറ്റില്ല. അത് വേറൊരു ലൈനാണ്. അല്ലേ നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ? ഈ വൈരുദ്ധ്യം പ്രവാചകന്റെ ജീവിതവും സഹാബത്തിന്റെ ജീവിതവും തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. പ്രവാചകന്റെ സ്വഭാവം ഖുർആനാണോ എങ്കിൽ അവിടുത്തെ സഹാബിമാരുടെ സ്വഭാവവും ഖുർആനാണ്. അബദ്ധങ്ങൾ സംഭവിക്കാം, ചെറിയ ചെറിയ വീഴ്ചകൾ സംഭവിക്കാം. മനുഷ്യരായതുകൊണ്ട് പോരായ്മകളും പാളിച്ചകളും ഉണ്ടാകാം. പക്ഷേ ആ പോരായ്മകളും പാളിച്ചകളും ഉള്ളതോടൊപ്പം തന്നെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സഹാബത്തിന്റെ ജീവിതവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹിന്റെ ജീവിതം ഒരു വഴിക്ക്, അനുയായികളുടെ ജീവിതം വേറൊരു വഴിക്ക് എന്ന വ്യത്യാസമുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഉന്നതമായ, എല്ലാ അർത്ഥത്തിലും ഉന്നതമായ, പരമപരിശുദ്ധമായ, പവിത്രമായ പട്ടിനെപ്പോലെ പവിത്രമായ, പരിശുദ്ധവും ഉന്നതവുമായ മനുഷ്യ മനസ്സിന് സങ്കല്പിക്കാൻ കഴിയുന്ന ആ ഔന്നത്യത്തിന്റെ ഏറ്റവും ഉന്നതമായ വിധാനമേതോ ആ വിധാനത്തിൽ ഉയർന്നു നിൽക്കുന്ന അന്തസ്സാർന്ന ഒരു സമൂഹം ആയിരുന്നു റസൂലുള്ളാഹിന്റെ സമൂഹം.